ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുക രണ്ടാം ഭാഗം. ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യ പൗരത്വവും ദൈവജനമെന്ന പദവിയും ലഭ്യമായിരിക്കുന്നതിൻ്റെ അടയാളമാണ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്നത്. അതായത് തെരഞ്ഞെടുപ്പിൻ്റെയും ദൈവമായ കർത്താവിൽ നിന്നും പ്രത്യേക സ്നേഹം അനുഭവിക്കുന്നതിൻ്റെയും അടയാളമാണ് ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്നത്. ദൈവരാജ്യത്തിൽ പൗരത്വം ലഭിക്കുന്നവരുടെ പേരുകളാണ് ജീവപുസ്തകത്തിൽ എഴുതുന്നത്. ദൈവരാജ്യത്തിൽ പൗരത്വം നേടിയവരും ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരുമെല്ലാം ദൈവജനമായിത്തീരുന്നു. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീനെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ കൂടി കർത്താവ് 70 അറിയിപ്പുകാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പേരും സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുവിൻ. വിശുദ്ധ മാമോദീസയേറ്റ വിശ്വാസിയുടെ പേരാണ് ജീവപുസ്തകത്തിൽ എഴുതുന്നത്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായ നാം വിശ്വാസത്തിൽ ജീവിക്കുന്ന ഐഹിക സഭയുടെ രജിസ്റ്ററിലും ദൈവരാജ്യത്തിൽ പേരെഴുതപ്പെടുന്ന സമയത്ത് വിശ്വാസിയുടെ പേരെഴുതപ്പെടുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ അഥവാ സ്വർഗരാജ്യത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും ശുദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും എന്നതിലൂടെ സ്വർഗത്തിൽ അഥവാ സ്വർഗരാജ്യത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ കൂട്ടത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങൾ, മാമോദീസായി ഏറ്റ ഏവരും ചേർക്കപ്പെടുകയും എണ്ണപ്പെടുകയും ചെയ്യുകയാണ്. ദൈവരാജ്യത്തിൽ പൗരത്വം നേടിയവരും ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെല്ലാം ദൈവജനമായിത്തീരുന്നു. വൈദികരും അവൈദികരും ഉൾപ്പെട്ട മുഴുവൻ സഭയെയുമാണ് ദൈവജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വൈദികരും അവൈദികരും എന്നത് അധികാരത്തിൻ്റെ ശ്രേണിയല്ല, മറിച്ച് ഒരു ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളുടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ മാത്രമാണ്. അവൈദികർ എന്നാൽ ഗ്രീക്ക് പദമായ ലായോസ്, ഇംഗ്ലീഷ് പദമായ ലൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സെക്കുലർ ആൻഡ് സേക്രഡ് എന്ന തരംതിരിവിലുണ്ടായ ലൗകികർ എന്നർത്ഥം വരുന്ന ആത്മായക്കാർ അഥവാ ജനം എന്ന പൊതു അർത്ഥമല്ല. വിശ്വാസികൾ എന്നർത്ഥമുള്ള ഹൈമനെ എന്ന സുറിയാനി പദം ലോപിച്ചുണ്ടായ ഐമേനി എന്ന പദമാണ് ദൈവജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്നാനമേറ്റ് ദൈവരാജ്യത്തിൽ പൗരത്വവും ലഭിച്ചവരും ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരുമെല്ലാം ആത്മായക്കാർ അഥവാ ഐമേനികളാണ്. ഐമേനി എന്നത് കേവലം സഭയിലെ ഒരംഗം എന്നതിലുപരി സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നിലൂടെ പ്രകടമാക്കുവാനാണ് എന്ന തിരിച്ചറിവ് ഓരോ വിശ്വാസിക്കും ഉണ്ടാവണം. ഇണയാളി ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ദൈവരാജ്യത്തിലെ പൗരത്വം ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത് ദൈവജനം എന്നാൽ എന്ത്? ആത്മായരും ഐമേനിയും തമ്മിലുള്ള വ്യത്യാസം എന്നിവ ഈ ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കി. ക്ലെമന്ത് മുതലായ അപ്പോസ്തലൻ പ്രത്യേകം പരാമർശിക്കുന്നത് സുവിശേഷ പ്രവർത്തനത്തിൽ വിശ്വസ്തയോടെ പങ്കുചേരുന്നവരുടെ പേരുകൾ സ്വർഗത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പാണ് നൽകുന്നത്. അതായത് ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും ഒപ്പം മാമോദീസായേറ്റ നമ്മുടെ പേരും എഴുതപ്പെട്ടു എങ്കിൽ ദൈവജനം സത്യവിശ്വാസത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നവരാണ്.
അല്ലാതെ ലൗകികരല്ല എന്ന സത്യം ക്രിസ്തീയ ജീവിതത്തിൽ കൂടി വെളിവാക്കിക്കൊണ്ട് അപ്രകാരം ജീവിതത്തിലുടനീളം ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ജീവിതം ദൈവം തന്ന ദാനമാണ്. ദൈവജനമേ, ജീവൻ്റെ പുസ്തകത്തിൽ ക്രിസ്തു എഴുതിയ പേര് മായ്ച്ചു കളയുവാൻ നമ്മുടെ പ്രവൃത്തികൾ കാരണമാകരുത്. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പീൻ എന്ന വചനം നമ്മളെ എപ്പോഴും ഭരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.